നമുക്ക് ഫിൻലൻഡിൽ അതുപോലെ തന്നെ കാണാൻ പറ്റുന്നൊരു ഇതാണ് ഈ ഡോട്ടിൻ്റെ ഇതേ കണക്കത്തെ ഇലക്ട്രിക് ചെറിയ സ്കൂട്ടറുകൾ. ഇത് മെയിനായിട്ടും നമുക്ക് ഷോർട്ട് ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് അൺലോക്ക് ചെയ്യാൻ €1 അതുപോലെ തന്നെ 1 മിനിറ്റിന് 30 സെൻറ്റുമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ദൂരം വേണമെങ്കിൽ പോകാം. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി അനുസരിച്ച് പോകാവുന്നതാണ്. പക്ഷേ അത് നമുക്ക് കൂടുതൽ ചിലവുകൾ വരും. ഇത് ഡോട്ടെന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ആ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിയർ ബൈ ഡിവൈസ് കൊടുക്കുമ്പം നമ്മളടുത്ത് ഏതാണ് ഇത് കണക്കത്തെ ഇലക്ട്രിക് ചെറിയ വണ്ടി ഉള്ളത് അത് പെട്ടെന്ന് ഇൻഡിക്കേഷൻ തരും. നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ QR കോഡുണ്ട്, അത് സ്കാൻ ചെയ്ത് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. ഇതിൽ മെയിനായിട്ട് വരുന്നത് ചെറിയൊരു ബെല്ലുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്റർ എന്ന് പറയുന്നത്. കയറി സ്റ്റാർട്ടാക്കിയിട്ട് മറ്റേ ആപ്പിൽ തന്നെ നമുക്ക് ഇത് അൺലോക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്റർ. ഇത് കൊടുക്കുന്തോറുമാണ് ഇത് പോകുന്നത്. അതുപോലെ തന്നെ ചില വണ്ടികളിൽ നമുക്ക് ഇൻഡിക്കേറ്ററും കാണും. ഇതിൽ ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇല്ല. ചില ഇത് കണക്കത്തെ വണ്ടികളിൽ ഇൻഡിക്കേറ്ററും കൂടെ വരുന്ന മോഡലുണ്ട്. ഇതിൽ ഇൻഡിക്കേറ്റർ ഇല്ല. നമുക്ക് ഇതിൻ്റെ ആപ്പിലും ബാക്കിയുള്ളതിലും എല്ലാത്തിലും കൊടുത്തേക്കുന്ന പരമാവധി ഒരാൾക്ക് മാത്രമേ ഇതിൽ സഞ്ചരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷേ ഇവിടെയുള്ള കുട്ടികൾ 2 പേര് 3 പേര് വെച്ചൊക്കെ പോകുന്നതാണ്. ഇതിൻ്റെ കുറച്ചുകൂടെ വലിയതുണ്ട്, അതിൽ നമുക്ക് 2 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നതാണ്. ഇത് പക്ഷേ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. കണ്ടോ, സർവ്വസാധാരണമായിട്ട് എല്ലായിടത്തും കാണാം. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടം വരെയാണോ ഡെസ്റ്റിനേഷൻ അവിടെ കൊണ്ട് നമുക്ക് ഇത് കണക്ക് പാർക്ക് ചെയ്തിട്ട് പോകാം. എന്നിട്ട് ബാറ്ററി ചാർജ് ഉണ്ടെങ്കിൽ ആൾക്കാർ അതെടുത്ത് അടുത്ത സ്ഥലത്തോട്ട് വീണ്ടും പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ഇപ്പോൾ 2 എണ്ണം ഉണ്ട്, പിന്നെ ആ ഒരു ഭാഗത്ത് ഒരു 2-3 എണ്ണം ഉണ്ട്. നമുക്ക് പെട്ടെന്നൊരാവശ്യത്തിന് ബസ്സോ ട്രെയിനോ ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ഡിസ്റ്റൻസിൽ നിന്ന് അടുത്ത ഡിസ്റ്റൻസിലോട്ട് പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റിയൊരു ഡിവൈസാണ് ഈ ഡോട്ടിൻ്റെ ഈ ഒരു വാഹനം.